എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ രീതിയിൽ വളരെ മോശം ഒരു ക്ലബ്ബായി പോയത്? അതിലൊന്നാമത്തെ കാരണം ഞാൻ ഉറപ്പായിട്ടും പറയാം ഫാൻസാണ്. ഫാൻസ് വളരെയധികം വഷളാക്കിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ. അതായത് ഒരു സീസൺ നല്ലവണ്ണം കളിച്ച് കഴിഞ്ഞാൽ അടുത്ത സീസൺ കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി അടുത്ത സീസൺ പിടിക്കുക എന്ന് പറയുന്ന ഫാൻസാണ്. അങ്ങനത്തെയൊക്കെയുള്ള ഫാൻസ് വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമില്ല. അതായത് കുറ്റം പറയുന്നവരെ കൂടി ഇവർ എതിർത്ത് ഇതാക്കി കളയും. അങ്ങനത്തെ ടൈപ്പാണ്. സോ എന്തായാലും അതല്ല ഞാനിവിടെ പറയാൻ വന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ സെൻട്രൽ ഫോർവേഡിൽ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ നല്ല രീതിയിൽ ഏതെങ്കിലും പ്ലെയർ കളിക്കുന്നുണ്ടെങ്കിൽ അത് അടുത്ത സീസണിലേക്ക് നിലനിർത്തുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വളരെ പാടുള്ള ഒരു പരിപാടിയാണ്. ആകെ നിലനിർത്തിയിട്ടുള്ളത് നമ്മുടെ അഡ്രിയാനുടെയും മാർക്കോ ലെസ്കോവിച്ചിനെയും മാത്രമാണ്. വേറെ ആരെയും നിലനിർത്താൻ സാധിച്ചിട്ടില്ല. ആദ്യത്തെ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒന്നാമത്തെ സീസൺ, ഇയാൻ ഹ്യൂം ടോപ്പ് സ്കോറർ, പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് ലഭിച്ച താരമാണ്. അദ്ദേഹം ആദ്യത്തെ സീസൺ കഴിഞ്ഞ് പോവുകയാണ് ATKയിലേക്ക്. അത് കഴിഞ്ഞ് ഡയമൻഡോക്കോസിൻ്റെ കാര്യം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, ബർത്തലോമിയോ ഓഗ്ബച്ചയുടെ കാര്യം എടുത്ത് നോക്കിയാൽ മതി, മെസ്സി ബൂളിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ മതി, ഡക്കൻ സ്നാസിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഹീസസ് ഹിമെനസ്, അൽവാരോ വാസ്കസ്, പെരേര ഡയസ്, അൽവാരോ വാസ്കസ്, ആ ഒരു ട്രയോ വരെ വന്നു. എന്നിട്ട് പോലും ഇത്രയും നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ സെൻട്രൽ ഫോർവേഡ് കളിക്കുന്ന പ്ലേയേഴ്സിനെ ഒന്നും നിലനിർത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെ മോശം. നിലനിർത്തിയത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ക്വാമി പെപ്പറ, പുള്ളി ഓടിച്ച് തകർക്കുമായിരുന്നല്ലോ ഫ്രണ്ടിൽ നിന്നിട്ട്. അത് ഭയങ്കര ഒരു നിലനിർത്തലായിപ്പോയി. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഒന്നും പറയാനില്ല. അടുത്ത വീട്ടിൽ കാണുന്നൊരു ഗുഡ് ബൈ.